ഇപ്പൊ എന്താ ചെയ്യാ? പോയി എന്റെ കുഞ്ഞിനെ എടുത്തിട്ട് വാടാ. ഓ ദേ ഇതിനെങ്ങോട്ട് കൊണ്ടു. എന്താ എന്തു പറ്റിയ? എന്തു പറയാനാ, അമിതമായി സന്തോഷിക്കോ ദുഃഖിക്കോ ചെയ്യുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ, കേക്കണ്ടേ? സാരമില്ല, ഗുളിക കഴിച്ചില്ലേ, ഇപ്പം മാറും. അല്ല, ഇതേത് കുഞ്ഞാ? ഇത് പപ്പന്റെ കുഞ്ഞാ. അമ്മയെ കാണിക്കാൻ ഞാൻ ആശുപത്രി വെച്ച് കണ്ടതല്ലേടാ. തന്നെയല്ല, നീ കുഞ്ഞിനെ ഒന്നും എടുക്കണ്ട, അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക്. ഇത് കൊണ്ടുപോയി കൊടുക്കടാ. ഇവക്കാണെ പെൺകുഞ്ഞുങ്ങളെ കണ്ട അപ്പ അസുഖം വരും. അയ്യോ, കുഞ്ഞു മാറിപ്പോയി. ഇത് ബാലുന്റെ കുഞ്ഞു തന്നെയാ. ഒച്ച വെക്കരുത്, ആകെ കുഴപ്പവും. ഞാനെല്ലാം പറയാം. പപ്പ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അമ്മയുടെ കോഴ്സ് കഴിയുന്നവരെങ്കിലും. നിന്റെ അമ്മ എന്താ LLB പഠിക്കാനാ കോഴ്സ് കഴിയാ? അമ്മയുടെ മരുന്നിന്റെ കോഴ്സ് കഴിയുന്നവരെ. ഈ അവസ്ഥയിൽ അമ്മയോട് ഇതൊക്കെ എങ്ങനെയാ പറയാ? അതുമല്ല, അമ്മയ്ക്ക് ഇപ്പൊ ഒരുപാട് മാറ്റം ഉണ്ടടാ. എന്ത് പറഞ്ഞാലും ചീത്ത വിളിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന അമ്മയല്ല ഇപ്പോ. മനസ്സ് നിറച്ച സ്നേഹ, വാക്കുകളിലൊക്കെ വാത്സല്യവും. സത്യം പറഞ്ഞ നഷ്ടപ്പെട്ടു പോയ അമ്മയെ തിരിച്ചു കിട്ടിയ പോലെയാണ് എനിക്കിപ്പോ. ഞാൻ പറഞ്ഞു വന്നത്, കുറച്ചു ദിവസം നിന്റെ കുഞ്ഞ് അവിടെയും എന്റെ കുഞ്ഞ് ഇവിടെയും വളരട്ടെ. എടാ ബാലു, നീ ഹേമേ പ്ലീസ്, കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവനെ ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം. എതിരൊന്നും പറയരുത് പ്ലീസ്. ഇത് ഇത്തിരി കൂടുതലോ പപ്പേട്ട? കാര്യമൊക്കെ ശരിയാ, കൂട്ടുകാരനൊക്കെ തന്നെയാ. നമ്മുടെ കല്യാണം നടത്തി തന്നോ ബാലുവാ എന്ന് വെച്ച് ലോകത്ത് എവിടെയെങ്കിലും ഉള്ള കാര്യമാണ് ഇപ്പോഴീ പറഞ്ഞത്. ഇതിന് ഞാൻ സമ്മതിക്കില്ല. ബാലുവേട്ടൻ പറയുന്നത് ഒന്നും ശരിയല്ല. എനിക്ക് അതിനോട് യോജിക്കാനും പറ്റില്ല. എന്റെ അമ്പിക്കുട്ടി, ഈ അവസരത്തിൽ നീ അല്പം സംയമനം പാലിക്കണം. നിനക്ക് എപ്പ കുഞ്ഞിനെ കാണണോ അപ്പൊ ഞാൻ പോയി എടുത്തോണ്ടിരാ പോരെ? അയ്യോ, എന്റെ മോള് കരയുന്നു. അയ്യോ, മോളൊന്നും മാത്രം പറയരുത്. അതിപ്പ കരച്ചിൽ നിർത്തും, സത്യം. ബാലുവേട്ടാ, കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും, പാല് കൊടുക്കണ്ടേ? പാല് അതവിടെ ഇല്ലേ, പിന്നെന്താ? ഈ ബാലുവേട്ടന് ഒന്നും അറിയില്ല. അങ്ങനെ എന്റെ കുഞ്ഞ് മറ്റൊരാളുടെ പാല് കുടിച്ച് വളരാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ എനിക്ക് വലുത് എന്റെ കുഞ്ഞാ. നിക്കടി. അതിലെ പോകല്ലേ, ആരെങ്കിലും കാണും. ഇതിലെ പോ. ഓ എന്റെ ഈശ്വര, എന്തൊരു കഷ്ടാല അത്. ആ എല്ലാം നേരെയാവും. ഒന്നും നേരെയാവും പോണില്ല. അയ്യോ, കുഞ്ഞു കരയുന്ന കേട്ടില്ലേ? ഞാൻ എന്താ ചെവിട് പൊട്ടണോ? ഇത്ര ഓർക്ക കരഞ്ഞ കേൾക്കാതിരിക്കാൻ. ഇതല്ല, നമ്മുടെ കുഞ്ഞും കരയുന്നുണ്ട്. നീ ഇതെവിടെ പോന്നു? ഏമേ, കരയല്ലേ കൂട്ടാ, കരയല്ലേ. എന്തിട്ടാ നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? ഞാൻ വിചാരിച്ചു. ഓ ഹേമയായിരുന്നോ? ഞാൻ വിചാരിച്ചു. എന്തിട്ടാ അയ്യോ, ഒന്ന് പോവാൻ. സോറി. കൊടുത്തോളൂ, ഇരുന്ന് കൊടുത്തോളൂ. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഈ പാല് കൊടുപ്പൊരു പാരയാകും. നിന്റെ മോന്റെ ജാതകം നോക്കായിരുന്നില്ലേ? ചിലപ്പോ അവന് രാജയോഗം ആയിരിക്കൂടാ. ജാതകം ജോത്സ്യനോട് മിണ്ടിപ്പോരുത്. എന്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു.
ഈ കഴിഞ്ഞ ആഴ്ച ഒരു ജോത്സ്യൻ എന്റെ കൈ നോക്കി പറഞ്ഞ ആദ്യ കുട്ടി എനിക്കൊന്നുകൂടെ കഷ്ടാലം തീരുന്നും നല്ല കാലം തുടങ്ങുന്നു. തുടങ്ങിയല്ലോ. ആ ശരിയല്ലേ, അവനിപ്പോ ഒരു കിരീടത്തിന്റെ കുറവല്ലട ഉള്ളൂ. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ ഹേമയ്ക്ക് തീരെ യോജിക്കാൻ കഴിയുന്നില്ല. ദേ ഇന്ന് രാത്രി എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേക്കണം. ഇന്ന് രാത്രി കൃത്യമായിട്ട് നിന്റെ കുഞ്ഞിനെ തന്നിരിക്കും പോരെ? മതി, അത് മതി. അതോടെ തീരുമല്ലോ. പക്ഷെ അതിന്റെ നന്ദി നീ ഇങ്ങോട്ടും കാണിക്കണം. ഞാൻ വെളുപ്പിനെ വരും, നീ നിന്റെ കുഞ്ഞിനെ തിരിച്ചു തന്നേക്കണം. രാത്രി കാലങ്ങളിൽ അവരവരുടെ കുട്ടികൾ അവരവരുടെ അടുത്ത്, പകലുകളിൽ നേരെ തിരിച്ചും. ഓക്കേ? ഓ, ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂല. അപ്പ രാത്രി കാണാം. അമ്പികേ, എല്ലാ ലൈറ്റും ഓഫ് ചെയ്തരേ. ஒரு முறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா. അയ്യോ, ஒரு முறை வந்து பார்த்தாயா. തോം തോം തോം. ஒரு முறை வந்து பார்த்தாயா. തകിട തകതിമി തജം തജം തകജം. எங்க அம்மா. രാത്രിയിൽ നാരായണൻകുട്ടിക്ക് ചില ചുറ്റിക്കളികളെ കൊണ്ട് നാളെ മുതൽ സൂക്ഷിക്കണം. മോളെ, അയ്യോ, ഓ ബാലുട്ടാ, ഒന്നും പറയണ്ട. എന്തു വേണം? എടാ കുഞ്ഞ്, കുഞ്ഞിനെ വേണ്ട, ഇവിടെ കൊണ്ടുവരണം. അപ്പാ, നിന്റെ കുഞ്ഞിനെ കൊണ്ട് തരാൻ. ഇന്നലെ രാത്രി ഒരു കോളെ കണ്ണടച്ചിട്ടില്ല. പതുക്കെ. കുത്തിയിരുന്ന് എഴുതായിരുന്നു. ആ സിയുടെ കൊലപാതകത്തെ കുറിച്ചുള്ള റിപ്പോർട്ടില്ലേ, അത് തടഞ്ഞു വെച്ചിരിക്കായിരുന്നല്ലോ. ഇപ്പൊ പ്രസിദ്ധീകരിക്കാൻ പോവാ. നീ എന്ത് കുന്തം വേണമെങ്കിലും പ്രസിദ്ധീകരിച്ചോ. ആദ്യം എന്റെ മോൾ അവിടെ കൊണ്ട് കിടത്ത്, എന്നിട്ട് നിന്റെ മോനെ എടുത്തോണ്ട് താ. പെട്ടെന്നാവട്ടെ, ചെല്ല് ചെല്ല്, സമയമില്ല. ഭഗവാനേ നാരായണ. നീ വെളുപ്പാങ്കാലത്തോടെ പോയി നടക്കാൻ കാലത്തെ ഒന്ന് നടക്കാൻ പോയതാ. അതിന് കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കണ എന്തിനാ? പിന്നെ കുഞ്ഞിന് നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എടുത്തോണ്ട് നടന്നു. ഇതെന്താടാ നെറ്റിയിൽ വാൾപോസ്റ്റ് ഇട്ടിരിക്കണേ? പനിയാ പനി. എന്ത് പറ്റി? ഇന്നലെ രാത്രി പ്രേതത്തെ കണ്ട് പേടിച്ചതാ. പ്രേതോ? നീ കണ്ടെന്നോ? കണ്ടില്ല, കേട്ടു. എനിക്ക് പ്രേതത്തെ കാണുന്നത് എന്നെ ദേഷ്യ, അതുകൊണ്ട് കാണാൻ നിന്നില്ല, ഞാൻ ഓടിക്കളഞ്ഞു. അല്ലെങ്കിൽ കാണാൻ പറ്റൂല, ശബ്ദം മാത്രമേ കേൾക്കൂ. ഗന്ധർവന്മാരാ. നിനക്കറിയോ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗന്ധർവന്മാർ ഒത്തുകൂടുകയും താലം കൈമാറുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നത്. പിന്നെ എന്റെ ചില പൊടിക്കൈ കൊണ്ടായി ഇതുവരെ കുഴപ്പങ്ങളില്ലായിരുന്നത്. അവര് താലം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോരതിപ്പി ചത്തേനെ. ഇവന്റെ ആരോഗ്യം കാത്തുകൊള്ളണേ ഭഗവാനെ.